ചോരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 200 എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോടുകൂടെ പറയാൻ കഴിയും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു രേണു സുധീൻ്റെ വിവാദങ്ങളും പ്രശ്നങ്ങളൊന്നും ഒരിക്കലും കഴിയില്ലെന്ന് തോന്നുന്നു. അത് അവരറിഞ്ഞുകൊണ്ട് ഓരോന്ന് ഇങ്ങനെ ആളുകളിലേക്ക് ഇട്ടുകൊടുത്ത് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഇവരെന്നും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ, ഈ ഒരു ഓൺലൈൻ മീഡിയയിൽ എപ്പോഴും ഇവരുടെ മുഖം തന്നെ ആവണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇവരിപ്പം സമ്പാദിക്കുന്ന കാശ് എങ്ങനെ വേണമെങ്കിലും അവർക്ക് നിയമപരമായിട്ട് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു പബ്ലിസിറ്റിയോ കാശോ ഒക്കെ അവർക്ക് സമ്പാദിക്കാം. അതനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിക്കാം. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് കണ്ടൊരു വീഡിയോ ആണ് രേണു സുധീൻ്റെ ഈ ഒരു സുധിലയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രേണു സുധീൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു വീട് ഇപ്പോൾ ചോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുള്ള ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതായത് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലൂടെ ലാഭം കിട്ടുന്ന പൈസയിൽ ഒരു തുക ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാറുണ്ട് എന്ന് വീട് വെച്ച് കൊടുക്കാറുള്ള ഒരാൾ അയാൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു രേണു സുധി പറഞ്ഞ കാര്യം പച്ചക്കള്ളമാണെന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള വീട് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളതെന്നും പറഞ്ഞിട്ട് അയാൾ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു രേണു സുധി ഓൾറെഡി അവർക്ക് വീടും സ്ഥലവും ഇല്ലായിരുന്നു. ഭർത്താവ് മരിച്ചു, 2 മക്കൾ. അപ്പം അവർക്ക് കയറി കിടക്കാൻ വേണ്ടിയിട്ട്, ആ മക്കൾക്ക് കയറി കിടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളും അവരുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു വീട് ഇവർക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പം അതിന് ചോർച്ചയാണ്. അതിൽ ചോർച്ചയാണെന്ന് ഇപ്പോഴാണ് പുറത്ത് പറയണത്. അപ്പം ഈ ഒരു ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി വന്നിട്ട് പറയാണ്, നേരത്തെ തന്നെ ഈ ഒരു രേണു സുധി ഒരു വീട്ടിലുള്ള ഒരു എന്ത് അതായത് കേടുവന്നാലും ഇവരെ വിളിച്ച് പറയായിരുന്നു എന്ന്. ഇതിങ്ങനെ വെച്ച് തരണം, ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് അവരെ കൊണ്ടൊക്കെ ഇത് വെച്ച് തരാൻ പറയും. അപ്പം നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം അതിന് ക്ഷീണമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ രേണു സുധി ഒരു ഭീഷണി ഇല്ലാത്ത പോലെ ഒരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് പല്ലെണ്ണ മാത്രമല്ല, അതിൽ പല്ലിൽ കുറവുണ്ട്, ഇല്ലെങ്കിൽ പല്ല് പൊട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ ഓണറോട് തന്നെ വിളിച്ചിട്ട് പറയാം, എനിക്കിങ്ങനെ ദാനം കിട്ടിയതാണെങ്കിലും എനിക്ക് ഇതൊക്കെ വേണതിന് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത്. ഇതൊക്കെ എന്തിൻ്റെ ബേസിലാണ് ഇവർ പറയണതെന്നൊന്നും മനസ്സിലാവണില്ല. അതോ ഇവർക്ക് തീരെ ബുദ്ധി ഇല്ലാണ്ടാണോ ഇനി, അതോ അഭിനയിക്കുകയാണോ? അതായത് എന്നും ഞാനിങ്ങനെ പബ്ലിസിറ്റിയോടെ നിറഞ്ഞു നിൽക്കണം എന്നുള്ള രീതിയിൽ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ട് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണത്. മനസ്സിലാവണില്ല ഇവരുടെ കാര്യങ്ങളൊന്നും. മേ ബി ആ ഒരു കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കൊച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ടതായിരിക്കും. കാരണം എനിക്കും എൻ്റെ അനിയനും വേണ്ടിയിട്ട് ഇങ്ങനൊരു വീട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം എനിക്കൊരു അവകാശമില്ലാത്ത രീതിയിലാണത് മാറ്റി ഈ ഒരു രേണു സുധിയും അവരുടെ റിലേറ്റീവ്സുമാണ് ഇപ്പോൾ ആ ഒരു വീട്ടിൽ നിൽക്കുന്നത് എന്ന് ഈ ഒരു കിച്ചു എന്ന് പറയുന്ന കുട്ടി പബ്ലിക്കിനോട് പറഞ്ഞതായിട്ടാണ് ആ ഒരു വീഡിയോയിൽ ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ആ കുട്ടിക്ക് ഇപ്പോൾ ആ ഒരു വീട്ടിൽ ഒരു അവകാശങ്ങളും ഇല്ലാതെയാണ് ജീവിക്കുന്നത്. ശരിക്കും ആ ഒരു മക്കളുടെ പേരിലാണ് ആ വീട് എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്, ഈ ഒരു വീട് വെച്ച് കൊടുത്ത ആൾ പറയുന്നത്. അപ്പം ആ ഒരു കുട്ടിക്ക് അവകാശപ്പെട്ട വീട്ടിൽ ഇപ്പം രേണു സുധീൻ്റെ റിലേറ്റീവ്സും ബന്ധുക്കളുമാണ് ഈ ഒരു വീട്ടിൽ താമസിക്കുന്നത്. ഇതൊക്കെ തീരെ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. അച്ഛൻ മരിച്ച് ചെറിയൊരു പറക്കമുറ്റാത്ത കുട്ടികൾക്ക് വേണ്ടി വെച്ച് കൊടുത്ത വീട് ഇപ്പം അത് ചോരുന്നു. അതിൽ നിന്ന് ഞങ്ങളിപ്പം ഇനി വാടകയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്നൊക്കെയാണ് പറയണത്. ഇതൊന്നും തീരെ ശരിയായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഈ പറയണത്. എന്തൊക്കെയാണ് അവർ ഈ ചെയ്യണതെന്ന് അവർക്ക് പോലും അറിയില്ല. അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യണത്. ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് എന്താണ്, എന്തൊക്കെ ആൾക്കാർ എങ്ങനെയാണ് എടുക്കുന്നത് എന്നൊന്നും ഇവർ ചിന്തിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. അതോ ഇനി അതിനൊന്നും ബുദ്ധിയില്ലേ?
ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇവർക്ക് ബുദ്ധിയുള്ളൂ. വേറൊരു കാര്യങ്ങൾ ഇവർ ചിന്തിക്കാറില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എവിടെ പോയി നിൽക്കുന്നു അറിയില്ല. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയണം. താങ്ക് യു.